നമസ്കാരം. നമ്മുടെ പുതിയൊരു കാർഷിക വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ പറമ്പുകളിലും പാടങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ചില സൂപ്പർ സസ്യങ്ങളെക്കുറിച്ചാണ്. വെറുമൊരു സാധാരണ ചെടിയെ നമ്മുടെ കർഷകർ എങ്ങനെയാണ് അത്യുൽപാദനശേഷിയുള്ള ഒരു അത്ഭുത സസ്യമാക്കി മാറ്റുന്നതെന്നറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലേ? ശരി, ഈ കാർഷിക ഇതിഹാസത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, സാധാരണ ഒരു വിളയെ എങ്ങനെയാണ് അതിവേഗം വളരുന്ന, രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്ന യഥാർത്ഥ ഹീറോകളാക്കി മാറ്റുന്നതെന്ന്? ഇതൊരു സിനിമയിലെ സൂപ്പർ ഹീറോ കഥയൊന്നല്ല കേട്ടോ. വെറുമൊരു മാന്ത്രിക വിദ്യമല്ല, മറിച്ച് വളരെ കൃത്യമായ കാർഷിക ശാസ്ത്രമാണിത്. ആ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിലേറ്റ് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അധ്യായം 1: സങ്കര ഇനങ്ങളുടെ അത്ഭുതം. എന്താണ് ഈ സങ്കര ഇനം അഥവാ ഹൈബ്രിഡ് വിളകൾ? സിമ്പിളായി പറഞ്ഞാൽ, തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ട് സൂപ്പർ ഗുണങ്ങളുള്ള ചെടികളെ നമ്മളെടുക്കുന്നു. എന്നിട്ട് അവ തമ്മിൽ കൃത്രിമമായി പരാഗണം നടത്തുന്നു. അപ്പോൾ എന്തുണ്ടാവും? ഈ രണ്ട് മാതൃസസ്യങ്ങളുടെയും ബെസ്റ്റ് ക്വാളിറ്റീസുള്ള, ഉഗ്രൻ ഉൽപ്പാദനശേഷിയുള്ള പുതിയൊരു ചെടി ജനിക്കുന്നു. ശാസ്ത്രം പ്രകൃതിയോട് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഒന്നാംതരം റെസിപ്പിയാണിത്. അധ്യായം 2: തെങ്ങും നെല്ലും. നമ്മുടെ നിത്യജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് വിളകളിൽ സങ്കര ഇനം എന്ത് മാന്ത്രികതയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. തെങ്ങിന്റെ കാര്യമെടുത്താൽ ഭയങ്കര രസമാണ്. നമ്മൾ പ്രധാനമായും രണ്ട് ടൈപ്പ് തെങ്ങുകളാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഒന്ന്, നല്ല ഉയരമുള്ള ടോൾ അഥവാ ടി ഇനങ്ങൾ. മറ്റൊന്ന്, പെട്ടെന്ന് കായ്ക്കുന്ന ഉയരം കുറഞ്ഞ ഡ്വാർഫ് അഥവാ ഡി ഇനങ്ങൾ. ഈ രണ്ട് വ്യത്യസ്ത ഇനങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോഴാണ് മികച്ച സങ്കര ഇനം തെങ്ങുകളുണ്ടാകുന്നത്. ഈ കോമ്പിനേഷനൊന്ന് നോക്കിയേ. ഉയരം കൂടിയ തെങ്ങിനെ ഉയരം കുറഞ്ഞതുമായി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേരശ്രീ, കേരസൗഭാഗ്യ പോലെയുള്ള ഇനങ്ങളാണ്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ചന്ദ്രലക്ഷ്മ, ചന്ദ്രശങ്കര, ആനന്ദഗംഗ തുടങ്ങിയ സൂപ്പർ തെങ്ങുകൾ കിട്ടും. എന്താ ഇതിൻ്റെയൊക്കെ പ്രധാന ഗുണം എന്നല്ലേ? സാധാരണ തെങ്ങുകളേക്കാൾ വളരെ വേഗത്തിൽ ഇവ കായ്ക്കും, ഒപ്പം വൻ തോതിൽ തേങ്ങയും തരും. അതാണ് ഹൈലൈറ്റ്. തെങ്ങിന്റെ കാര്യം മാത്രമല്ല, നെല്ലിന്റെ കാര്യത്തിലും നമ്മൾ ഒട്ടും പുറകിലല്ല. പവിത്ര, ഭരത്, ജ്യോതി, ഉമ എന്നിങ്ങനെ കുറേ പേരുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതല്ലേ? കൃഷിഭവനുകൾ വഴി വിതരണം ചെയ്യുന്ന ഈ സങ്കരയിനം വിത്തുകൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പെർഫെക്റ്റായി ഡിസൈൻ ചെയ്തവയാണ്. അതിലുപരി നമ്മുടെ നാട്ടിലെ കീടങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ഇവയ്ക്ക് നല്ല കഴിവുണ്ട്. അധ്യായം 3: സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും. നമ്മുടെ അടുക്കളയിലെ ഈ നിത്യസന്ദർശകർക്ക് എന്തൊക്കെ സൂപ്പർ പവറുകളാണ് ഗവേഷണ കേന്ദ്രങ്ങളിൽ വെച്ച് കിട്ടുന്നതെന്ന് നോക്കാം. കുരുമുളക് കൃഷി ചെയ്യുന്ന ഏതൊരു കർഷകന്റെയും ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് ദ്രുതവാട്ടം എന്ന രോഗം. എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ടാണ് പന്നിയൂർ ഗവേഷണ കേന്ദ്രം പന്നിയൂർ 1 മുതൽ 10 വരെയുള്ള വെറൈറ്റികൾ ഇറക്കിയത്. ഇതിൽ തന്നെ പന്നിയൂർ 1ഉം 3ഉം ഈ രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി കർഷകർക്ക് മികച്ച വിളവ് ഉറപ്പാക്കുന്നതിലെ യഥാർത്ഥ ഹീറോകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, വെള്ളായണി, മണ്ണുത്തി കാർഷിക സർവകലാശാലകളാണ് ഈ പച്ചക്കറികളൊക്കെ പ്രധാനമായും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ വഴുതനയുടെ ഇനങ്ങളായ സൂര്യ, ശ്വേത, ഹരിത എന്നിവ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ബാക്ടീരിയൽ വാട്ടം എന്ന വില്ലനെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. പാവൽ, വെണ്ട, തക്കാളി എന്നിവയൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ കൃഷി ചെയ്തു വരുന്നവയാണ്. ഇനി അധ്യായം 4: കിഴങ്ങുവർഗ്ഗങ്ങളും അവയുടെ സവിശേഷതകളും. ഈ സങ്കര ഇനങ്ങളുടെ യഥാർത്ഥ മാജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. കപ്പ അഥവാ മരച്ചീനി ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കൽപ്പക, ശ്രീവിശാഖം, ശ്രീസഹ്യ, നിധി എന്നീ ഹൈബ്രിഡ് കപ്പകൾ നമ്മുടെ മണ്ണിൽ വളരെ പെട്ടെന്ന് വളരുകയും ഉഗ്രൻ വിളവ് നൽകുകയും ചെയ്യുന്നവയാണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇവയെ നമ്മൾ സൂപ്പർ പ്ലാന്റുകൾ എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കി പറയാം. ഇവ അതിവേഗം വളരും, കൂടുതൽ വിളവ് തരും, രോഗങ്ങളെ പൊരുതി തോൽപ്പിക്കും. ഇതിനെല്ലാമുപരി ഹൈബ്രിഡ് വിഗർ എന്നൊരു ഒന്നാംതരം ക്വാളിറ്റി ഇവയ്ക്കുണ്ട്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഗുണങ്ങളെക്കാൾ എത്രയോ മികച്ചതായിരിക്കും ജനിക്കുന്ന മക്കളുടെ ഗുണം എന്ന് പറയില്ലേ? അതുതന്നെ. അതാണ് ഇവയുടെ യഥാർത്ഥ സൂപ്പർ പവർ. അധ്യായം 5: ഒരു സുപ്രധാന മുന്നറിയിപ്പ്. എല്ലാം നല്ലത് മാത്രമാണെന്ന് കരുതിയോ? ഇല്ല, നമ്മുടെ ഈ കാർഷിക ഇതിഹാസത്തിലുമുണ്ട് ചെറിയൊരു ട്വിസ്റ്റ്. ഈ മാന്ത്രിക വിദ്യ ഉപയോഗിക്കുന്ന എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പരിമിതി ഇതിനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ സൂപ്പർ വിത്തുകളിൽ നിന്നുണ്ടാകുന്ന വിളവിൽ നിന്ന് തന്നെ കുറച്ച് വിത്തെടുത്ത് മാറ്റിവെച്ച് അടുത്ത തവണ കൃഷി ചെയ്തൂടെയെന്ന്. പക്ഷേ അവിടെയാണ് പ്രശ്നം. നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഈ മാന്ത്രിക വിത്തുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്തത്? കാര്യം വളരെ ലളിതമാണ്. സങ്കരയിനം വിളകളിൽ നിന്ന് ലഭിക്കുന്ന വിത്തുകൾ നമ്മൾ അടുത്ത സീസണിൽ നട്ടാൽ നേരത്തെ കിട്ടിയ ആ ഹൈബ്രിഡ് വിഗർ അഥവാ ആ മികച്ച ഗുണനിലവാരം നമുക്ക് തിരികെ കിട്ടില്ല.
വിത്തുകളുടെ ഉൽപ്പാദനശേഷി ഗണ്യമായി കുറയും. അതായത് ആ മാജിക് അടുത്ത തലമുറയിലേക്ക് അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഉയർന്ന വിളവ് കിട്ടാൻ കർഷകർക്ക് ഓരോ തവണയും പുതിയ വിത്തുകൾ പണം കൊടുത്തു തന്നെ വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യം ഇതാണ്. ഒരു വശത്ത് ഉറപ്പായും കിട്ടുന്ന ഉയർന്ന വിളവും മികച്ച ഗുണനിലവാരവും, മറുവശത്ത് ഓരോ തവണയും പുതിയ വിത്തുകൾ വാങ്ങാനുള്ള ഈ തുടർച്ചയായ ചെലവും. ഇത് ശരിക്കും മുതലാകുമോ? ഈ ഉൽപ്പാദനശേഷി വിത്തുകളുടെ ഈ ചെലവിനെ മറികടക്കാൻ മാത്രം വലുതാണോ? ഈയൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായി വിട്ടുതരികയാണ്. കാർഷിക ശാസ്ത്രത്തിലെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.